ഹായ്, എന്താ പാടാ, സുഖല്ലേ? പതിറ്റാണ്ടുകളായിട്ട് തെരഞ്ഞു നടക്കുന്ന ഒരാളാണ് സുകുമാരക്കുറുപ്പ്. നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. അപ്പോൾ ഈ പുള്ളിക്കാരന്റെ കേസ് നമ്മുടെ കേസ് അന്വേഷണം ക്ലോസ് ചെയ്യാണ്. ആള് ജീവിച്ചിരിപ്പില്ല. കാരണം അന്ന് തന്നെ അയാള് പിന്നെ ഒരു ഹൃദ്രോഗി ആയിരുന്നു. ഇയാൾ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത് ഈ കൊലക്കേസ് കണ്ടിട്ടുള്ളത് ജാർഖണ്ഡിൽ വെച്ചിട്ട് ഒരു പെണ്ണാണ്. ഒരു നേഴ്സായ ഒരു പെണ്ണാണ്. ഈ പെണ്ണ് അന്ന് തന്നെ ഇയാൾ ഇത്ര പ്രായമുണ്ട്, ഇങ്ങനെയൊക്കെ അസുഖമുള്ള ആളാണ്, അപ്പൊ അതുകൊണ്ട് ഇത്രയും കാലമൊന്നും ജീവിച്ചിരിക്കൂല എന്നുള്ളത് പിന്നീടും കേസിന് സംബന്ധിച്ചിട്ട് അന്വേഷണം ചെന്നപ്പോഴും ചോദ്യം ചെയ്തപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ മിനിഞ്ഞാന്ന് എന്ത് ചെയ്തു, ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രൈംബ്രാഞ്ചിന് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്റലിജൻസും എല്ലാവരും പാടെ തീരുമാനിച്ചുറപ്പിച്ച് കേസ് അവസാനിപ്പിക്കുക, ആൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് 100% ശരി വെച്ചിട്ട് നിൽക്കുന്ന സമയത്ത് 24 പൊന്തി. 24 പൊന്തിന്ന് മാത്രമല്ല, 24 പറഞ്ഞതാ പിന്നെ ആ തൗത്തുകുണ്ടി അതിനെപ്പോ ഓടിക്കണു പെരടെ പിന്നെ കൂടെ ഞങ്ങളെ കണ്ടേക്ക് ഓടിയതാ, ഇതെന്റെ ക്യാമറമാൻ കണ്ടുക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഒരാളെ ഫോട്ടോ എടുത്ത് വിട്ടു. ഇപ്പൊ ആ ആള് എന്താ പറയുക, ആ ആളുടെ ബന്ധുക്കളൊക്കെ ഇറങ്ങിയിട്ട് ആകെ പ്രശ്നമായിക്കോളൂ. എങ്ങനെ, തൃശ്ശൂരുകാരാണ്, ഒരു മേനോനാണ്, എന്താ പേര്, ദാമോദർ മേനോന്. ഇയാളുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഈ 24 തീ കണ്ട പരക്കം പായലും ഞങ്ങൾക്കാണ് ഇതാ 24 ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോ ആയിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ റിപ്പോർട്ട് ചാനലും അതുപോലെ തന്നെ എന്താ വേറൊരു ചാനൽ മാതൃഭൂമി ഇല്ല ചാനലുകളൊക്കെ ഇതിന്റെ പിന്നാലെ പോയി. 24 എങ്ങനെ പൊളിച്ചെടുക്കണം എന്നില്ലേക്ക് സംഗതി പൊളിഞ്ഞടുക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ആകെ ഇയാളെ കണ്ടിട്ടുള്ളത് രക്തമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നേഴ്സാണ്. അത് കണ്ടിരിക്കുന്നത് ജാർഖണ്ഡിൽ വെച്ചിട്ടാണ്. അതായത് ഈ കൊല കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് കണ്ട നേഴ്സാണിത്. അന്നത്തെ ആ ഒരു പ്രായം, അയാളുടെ രോഗം വെച്ച് അയാൾ എന്തായാലും ജീവിച്ചിരിക്കണില്ല എന്ന് ആ സിസ്റ്റർ അത്ര ഉറപ്പും കൊടുത്തിരുന്നു. പിന്നെ അതിന് പുറമെ എന്താ പറയാ, കുറുപ്പ് സിനിമയുടെ ക്ലൈമാക്സ് നിങ്ങൾ കണ്ടിരിക്കണം. അതായത് ഒക്കെ കഴിഞ്ഞിട്ട് ദുൽഖർ ഈ കൊലയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദുൽഖർ വേറെ രാജ്യത്ത് പോയി നിന്നിട്ട് അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന സമയത്ത് ആരോ ഒരാൾ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ദുൽഖർ സൽമാൻ പെട്ടെന്ന് നെട്ടിയിട്ട് ആണ് തിരിഞ്ഞു നോക്കുന്നിടത്താണ് ഈ പടം അവസാനിക്കുന്നത്. ഏറെക്കുറെ ഇവിടെ ആ ഫോട്ടോ കൊണ്ട് വന്നത് 24 മാത്രമേ ഉള്ളൂ. കാരണം 24 ആ കുറുപ്പ് സിനിമ കണ്ടുകൊണ്ടു 2023 ക്ലൈമാക്സിൽ അവസാനിച്ച അതേ പടത്തിന്റെ ഇതും കൊണ്ട് ഓലിപ്പോ ഈ 2026 വന്നിട്ടുള്ളൂ, സെയിം കഥയായിട്ട്. പക്ഷെ ഓല് കുറച്ച് ആവേശം കാണിച്ചു. ഇനി ഓല് വല്ല കേസും കൊടുത്ത നഷ്ടപരിഹാര ബില്ല് കൊടുക്കേണ്ടി വരും. ആരോട് ചോദിച്ചിട്ടാ ഈ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടാവും. അതിന് പുറമെ ഇപ്പോ സകല പരസ്യം ഇയാളാ. ആരുടെ എന്ത് ഷോപ്പിന്റെ പ്രൊഡക്റ്റിന്റെ കിറ്റും കജ്ജി പിടിച്ചിട്ടുണ്ട് സുകുമാരക്കുറുപ്പ് നിൽക്കുന്നു. ചിലവര് തോള് കജ്ജിട്ട് നിൽക്കുന്നു. ഞാനും കണ്ടീന്ന് പറഞ്ഞിട്ട് അമ്മാരത്തെ ഒരു കോമഡി പീസ് ആക്കിയിരിക്കുന്നു ഇയാളപ്പോ. സത്യത്തിൽ ഞാൻ ആലോചിക്കണതല്ല, ഈ സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന മനുഷ്യന് അന്ന് പിടിക്കപ്പെട്ടിരുന്നെങ്കിലും ചിലപ്പോൾ 2 അല്ലെങ്കിൽ 1 ജീവപര്യന്തം കൊണ്ട് അയാൾക്ക് ഈ ശിക്ഷ കഴിഞ്ഞിട്ട് വീണ്ടും അയാളെ വീട്ടിൽ തിരിച്ചെത്തായിരുന്നു. പക്ഷെ ഇയാള് ഒരു ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സുഹൃത്തിനെ കൊന്ന് ആ കാറിലിട്ട് കത്തിച്ചിട്ട് ആ കാശ് കൊണ്ട് മുങ്ങിയപ്പോ ഒന്ന് ആലോചിച്ച് നോക്കെ, അയാൾക്ക് ഇനി ഇതിക്കും വലിയ ശിക്ഷ എന്താ കിട്ടാനുള്ളത്? അയാൾ എവിടെയെന്ന് പോലും ആർക്കും അറിയില്ല. ഇതിക്കും നല്ലത് അയാൾക്ക് ഈ ജയിലിൽ കടന്നിട്ട് ആ ശിക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് വരില്ലായിരുന്നു. വല്ലാത്തൊരു ജീവിതമായി മാറിട്ടോ അയാളത്. ഞാനിങ്ങനെ ആലോചിച്ചു, ഇനിയിപ്പോ അയാളെ പിടിച്ച് ശിക്ഷിക്കണ എന്തിനാ? അയാൾ ഇത്രയും കാലം അനുഭവിച്ചത് തന്നെ ഏറ്റവും വലിയ ശിക്ഷയാണ്. കാരണം ഇത്രയും കാലം ഒളിവിൽ അയാൾ കഴിഞ്ഞിട്ടുണ്ടാവൂലേ. ഓരോ ദിവസം ഒരു പൂച്ച വന്ന് ചാടിയെ പോലും പിന്നെ അയാൾ നെട്ടിയും കൊണ്ടല്ലാതെ ഉണരൂല. കാരണം എന്താ, ഇത് പോലീസാണോ, ഞാൻ പിടിക്കപ്പെട്ടോ എന്നുള്ള ഭയം കൊണ്ട്. പക്ഷെ അയാളുടെ ആരോഗ്യസ്ഥിതിയും സാഹചര്യങ്ങളൊക്കെ നോക്കി വെച്ച് നോക്കുമ്പോൾ അയാൾ ഇപ്പോഴൊന്നും ഈ ഭൂമിയിലേ ഉണ്ടാവൂല. പിന്നെ മാത്രമല്ല, ഈ 2026 ഇത്രയും ഫെസിലിറ്റി ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു പ്രതിയെ പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ, ഈ 24 ഇതാ കണ്ടു, കുറച്ച് മുമ്പ് കണ്ടു, ആ തൗത്തുനിന്ന് ഇപ്പൊ പലർന്ന് പോയിട്ടുള്ളൂ, ആ പശുവിനെ അപ്പുറത്ത് മാറ്റി കെട്ടിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓല് കുറെ എന്തൊക്കെയാ പറയുന്നുണ്ട്. ഇന്ന് അവിടെ അല്ല പോലീസിനോട് ഇങ്ങനെ ഒരാള് നിലവിലുണ്ടോ, അതല്ല ഇവിടുത്തെ CCTV നോക്കിയാൽ ഈ ആളെ എപ്പോഴാ വന്ന് എവിടേക്കാ എന്താ കണ്ടുപിടിക്കാൻ പറ്റൂലേ? അതിനൊന്നും ഓർക്ക് സൗകര്യമില്ല. ഓല് ഇതിന്റെ പിന്നാലെ ഇപ്പോ കേരള പോലീസ് ആയാലും ശരി, ഇനിയിപ്പോ ഇന്ത്യയിലുള്ള മുഴുവൻ പോലീസുകാരായാലും ശരി, 24 കേട്ടിട്ട് വേണം സുകുമാരക്കുറുപ്പിനെ കിട്ടാനെന്ന്. ഇനി ഒരു കാര്യം പറയാം, ഇത് ഒറിജിനൽ സുകുമാരക്കുറുപ്പാണെങ്കിൽ സുകുമാരക്കുറുപ്പ് എന്താ ആദ്യം ചെയ്യാൻ അറിയോ? എങ്ങോട്ട് ഒളിക്കണം, എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിച്ച 24 ന്യൂസ് ചാനൽ കണ്ടിട്ടേക്കാരം. കാരണം ഒരു കറക്റ്റാണ്, കൃത്യം ഇതാ പോണു, അതാ വരുന്നു, ഇതാ പോണു എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങനെ മാറിയപ്പോരെ. ഇത്രയും വലിയ കണ്ടുപിടുത്തം വേറെ ആരും ഇവൽക്കെതിരെ സുകുമാരക്കുറുപ്പിന് ഇതിനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. പിന്നെ അടുത്തൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ഈ സുകുമാരക്കുറുപ്പിന്റെ ഭാര്യയുടെ ഫോൺ ചെക്ക് ചെയ്യുക.
അതല്ലെങ്കിൽ നുണപരിശോധനക്ക് മറ്റേ കൊണ്ടുപോയി അത് ചെക്ക് ചെയ്യുക. എന്തെല്ലാം ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഇതിനിടയ്ക്ക് പറഞ്ഞിരുന്നു മോന്റെ കല്യാണത്തിന് വന്ന് പങ്കെടുത്ത് പോയി സുകുമാരക്കുറിപ്പ് എന്ന്. പച്ചാ നുണ അങ്ങോട്ട് പറയുന്നതാണ്. മോന്റെ കല്യാണം അവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചുറ്റുവട്ടത്ത് എത്ര പോലീസുകാരുണ്ടാവും ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടോ പോണുണ്ടോ ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പോയി അപ്പൊ എവിടെ ഇരുന്ന് പിടിച്ചാതെ വെറുതെ ഒരു മനുഷ്യനെ ഇങ്ങനെ ഇട്ടടങ്ങാറാക്കുക. പാവം ഒരു കൊലല്ലേ ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോ കൊലയാണ് അയാളെ ചെയ്യുന്നത്. അതിലുപരി ഈ ഇങ്ങനെ കിടക്കുന്ന ഒരു മനുഷ്യനെയാണ് പിടിച്ചിട്ട് സുകുമാരക്കുറിപ്പ് അയക്കുന്നത്. അയാൾക്ക് നീച്ചിട്ട് വരും. ഇയാളുടെ ബന്ധുക്കാരെ കംപ്ലീറ്റ് കുടുംബങ്ങളൊക്കെ പാടെ രംഗത്തിറങ്ങിയിരിക്കണം. ഏത് സുകുമാരക്കുറിപ്പ് എന്നും പറഞ്ഞിട്ട് ഇയാളുടെ ഫോട്ടോ പ്രചരിപ്പിച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. ജാതി മൊയന്തുകളൊക്കെ അല്ല നാട്ടില്. എങ്ങനെയൊന്നും മുങ്ങുക. 24 എങ്ങോട്ടും മുങ്ങിയിട്ടും കാര്യമല്ല. മരിച്ച ആളൊക്കെ വരെ പോലെ തിരിച്ചു വന്നിട്ടും. അതാണ് 24. ഇപ്പോഴത്തെ നില 24ന്റെ. ആശ്മേ ജഗിൽമാരാരെ കൈകാര്യം ചെയ്ത മാതിരി ഈ കേസും കൊണ്ട് ഇജ്ജ് നടക്കരുത് കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞുതരാം. അതിൻ്റെയൊക്കെ സൗണ്ടും ആവേശവും കണ്ടിട്ട് ഞമ്മക്ക് തന്നെ പേടിയാവുള്ളൂ. പിടിച്ചോ കിട്ടിയോ. അതിൻ്റെ ഇടയിൽ കൂടെ വേറെ കോമഡി എന്താ അറിയോ, എല്ലാ ന്യൂസ് ചാനലിന്റെ അടിയിലും സുകുമാരക്കുറിപ്പിന്റെ ന്യൂസ് ചാനലിലും പിന്നെ ഈ സുകുമാരക്കുറിപ്പന്നെ വന്നിട്ട് നമ്മളെ അർജുനായങ്കി ഇട്ടിന്റെ മാതിരി ഒരു കമന്റ് ഇടുക. എന്ത് ഉണ്ണാൽ മുടിയാതെ തമ്പീന്ന്. എങ്ങനെ ഓനെ പിടിച്ചാൻ കിട്ടൂല. ഇജാതി കോമഡി പീസ് ആക്കിക്കണു ആ മനുഷ്യൻ. എല്ലാരും പാടെ കൂടിയിട്ട്. സന്തോഷമായില്ലേ നിങ്ങൾക്ക്? 1984 ജനുവരി 24 ഈ സംഭവം നടക്കുന്നത്. അന്ന് തൊട്ട് ഇന്നലെ വരെ അയാൾ ഭയങ്കര വില്ലനും ഹീറോയൊക്കെ ആയിരുന്നു. പക്ഷെ 24ന്റെ ഖജനാണ് കിട്ടിയോട് കൂടെ ഇജാതി കോമഡി പീസ് ഉണ്ടായി അയാള്. ആലോചിച്ച് നോക്കണം. സ്വന്തം പേരിലുള്ള ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചാക്കോ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കാറിലിട്ടാണ് കത്തിച്ചു. അയാളുടെ മക്കളൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അയാൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതൊരു പുതുമയല്ല. കാരണം എന്താ വെച്ചാൽ ഇതാ പിടിച്ചു ഇതാ കണ്ടു ഇതാ ഇവിടെ കണ്ടു എന്ന് കുറെ കാലമായി പറയുന്നു. പക്ഷെ ഞങ്ങൾ അച്ഛനെ ഇത്തരത്തിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ആ ഒരു മനുഷ്യനെ നേരിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളും ഒരുപാട് കൊതിച്ചിരുന്നു. അയാളെ ഒന്ന് പിടിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ എല്ലാ ന്യൂസ് ചാനലിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇത് പരക്കുന്നുണ്ട്. പക്ഷെ എനിക്കതിൽ വിശ്വാസമല്ല. കാരണം ഇതിനു മുമ്പ് ഞാൻ ഇത്തരത്തിലുള്ള ന്യൂസുകൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും ശരി, മറ്റുള്ളവരായിരുന്നാലും ശരി, അന്വേഷിക്കുമ്പോൾ ഇതാ പിടിച്ചു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു, ലോക്കാണ്, ചെന്നാ മതി, നേരെ അറസ്റ്റാണ് എന്നൊക്കെ ഞാൻ ജനിച്ചിട്ട് ഈ ഒരു വിഷയം നടന്നതിന് ശേഷം ഫുള്ള് ഞാൻ കേൾക്കുന്ന ഒരു വാർത്തയാണ്. പക്ഷെ എനിക്ക് തോന്നിയില്ല അയാളെ പിടിക്കാൻ കഴിയുമെന്നുള്ളത്. സത്യത്തിൽ അയാളെ പിടിക്കാൻ കഴിയാതല്ല, അയാൾ ജീവിച്ചിരിക്കണമെന്നുള്ളതിന് ഒരു തെളിവുമില്ല. എങ്ങനെ കൂട്ടുകയാണെങ്കിലും അയാൾ ജീവിച്ച് ഇരിക്കാനുള്ള ഒരു സാധ്യത ഇല്ല എന്നാ പറയുന്നത്. എന്നിട്ടും 24 അയാളെ കണ്ടുക്കണം. ഇപ്പൊ 24-നെതിരെ അയാൾ കേസ് കൊടുക്കുമെന്ന് വെച്ച് പേടി. വേറെന്താ? എന്തായാലും എനിക്കൊരു കാര്യം പറയാനുള്ളൂ. സുകുമാരക്കുറിപ്പിനെ കണ്ടിട്ട് അതുപോലെ ആകണമെന്ന് ഇനി ഒരാളും വിചാരിക്കൂല. കാരണം എന്താ അറിയോ, അയാളെ ജീവിതം ആലോചിച്ചാൽ തന്നെ മതി. ഇനിയിപ്പോ സുകുമാരക്കുറിപ്പാകണ്ട, അല്ലാതെ തോന്നിയ ആവേശത്തിൽ എന്തെങ്കിലും കൊല്ലാനോ പിടിച്ചാനോ കക്കാനോ ഒക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു മരിക്കുന്നത് വരെ. ഇപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ള ഒരു കാര്യം എന്താ പറയുക, ഇയാളുടെ ന്യൂസ് കേൾക്കുമ്പോൾ ഇയാളിങ്ങനെ ഇരുന്ന് സ്വയം ആലോചിക്കുന്നുണ്ടാവും, എനിക്ക് ഏത് സമയത്ത് അങ്ങനെ ചെയ്യാൻ തോന്നി. കാരണം നാട്, വീട്, കുടുംബം, മക്കള് എല്ലാവരും ഉപേക്ഷിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ജീവിതം, ഒറ്റപ്പെട്ടൊരു ജീവിതം, ആരുടെ മുമ്പിലും പെടാൻ പറ്റാത്തൊരു ജീവിതം. എന്തിനങ്ങനെ ഒരു ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കാം. ആരുടെ മുമ്പിലും പെടാനും പറ്റൂല, പിന്നെ ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതം. മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നിനും ഒരു തെളിവുമില്ല. ഈ ഒരു സംഭവം ചെയ്തു എന്നല്ലാതെ ആ പണം കൊണ്ടും അയാൾക്കൊരു ഉപകാരം ഉണ്ടായില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മലയാളി കാണുമെന്നുള്ള പേടി കൊണ്ടാണ് അയാൾ ഇത്രയും കാലം നടന്നിട്ടുണ്ടാവുക. അയാൾ ജീവിച്ചിരിക്കുന്നത് കാലം വരെ. ഇനിയിപ്പോൾ ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ആ പേടിയും കൊണ്ടായിരിക്കും. പിന്നെ എന്താണ് ഇയാൾക്ക് ഇതുകൊണ്ടുള്ള നേട്ടം? അപ്പൊ അതുപോലെയുള്ള തോന്നിയ ആവേശത്തിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്യാനും എന്താ പറയുക, എങ്ങനെയൊക്കെ കാണിക്കണം, ഹീറോ ആവണം എന്നൊക്കെ വിചാരിച്ച് ചെയ്യൂലേ, ഒരിക്കത് വലിയൊരു പാടാണ്. കാരണം എന്താ അറിയോ, അതൊരിക്കലും സുഖം തരൂല. ഇതിനേക്കാൾ വലിയ ശിക്ഷ ഇയാൾക്ക് കിട്ടാനുമില്ല. ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ പോയി എന്നെ പിടി കൊടുത്തളാ. കാരണം എന്താ അറിയോ, ഇതിക്കും നല്ലതാ പോയി പിടിച്ചിട്ട് ആ ശിക്ഷ എന്താ വാങ്ങിച്ചെങ്കിൽ അത് ഏറ്റു വാങ്ങുക. അതല്ല ഇനിയിപ്പോ അതോടുകൂടാണ് തീരുകയാണെങ്കിലാണ് തീരുക. എന്നാലും ഇങ്ങനെ നിരകിച്ച് ജീവിക്കണ്ടല്ലോ. പക്ഷെ ഞാൻ എന്ത് ചെയ്യണേ, 24-ന്റെ മുന്നിൽ പെടരുത്. വളരെ മോശമാണ് അതൊക്കെ. എന്നാ പോട്ടെ. ഓക്കെ.